ഹലോ. കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച ചിക്കൻ്റെ പീസുകൾ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് അത് ഫ്രൈ ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോൾ കുറച്ച് മന്തി റൈസ് ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ അതുകൊണ്ട് പെട്ടെന്നൊരു മന്തി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മന്തി റൈസൊക്കെ നമ്മൾ കഴുകി അടപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ വെള്ളത്തിൽ ഓൾ സ്പൈസസ് കൂടി ചേർത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അത് കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ക്യാപ്സിക്കം നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ മാഗി ക്യൂബ്സും സൺഫ്ലവർ ഓയിലും എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വച്ചിരുന്നാൽ ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കതിന് സമയമില്ല. നമ്മൾ 12 മണി ആയപ്പോഴാണ് ഇങ്ങനെ ഒരു മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടപ്പത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. ശരിക്കും തലേ ദിവസമൊക്കെ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ ചേർത്ത് ഫ്രിഡ്ജിലെടുത്ത് വച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനുള്ള സമയമൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. നമുക്കിതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുഴുവൻ കുരുമുളക് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടുപ്പത്ത് മൂടി വെച്ച് കഴിയുമ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങിയിട്ട് ആ ഒരു സൺഫ്ലവർ ഓയിലിലും ഒക്കെ കിടന്നിട്ട് അത് നന്നായിട്ട് കുക്കായിക്കൊള്ളും. അതുപോലെ കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് നോർമൽ ഒരു പാനിൽ തന്നെ വച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് മൂടി വെച്ച് അതൊന്ന് വേവിക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ റൈസൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റൈസ് നമ്മളിങ്ങനെ ഒരുപാട് കുക്കാക്കേണ്ട ആവശ്യമില്ല. ഒരു 3/4 കുക്കായാൽ മതി. ഇനി അത് ദമ്മിടുമ്പോൾ അത് മുഴുവനും കുക്കായിക്കൊള്ളും. അപ്പോൾ റൈസൊക്കെ നമ്മൾ അവിടെ വെന്തു ഏകദേശം വേവായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ റൈസൊക്കെ നമ്മൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കനും കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ദമ്മിടാം. അപ്പോൾ അതാ നമ്മുടെ മന്തി നമ്മൾ ദമ്മിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ മന്തി റെഡി.